ആശങ്കകളില്ല, സമ്മർദ്ദങ്ങളില്ല. കീഴടക്കാൻ കടലാഴങ്ങൾ ബാക്കിയില്ല. കിരീടമില്ലാത്ത രാജാവെന്ന് ആരും പറയില്ല. ഒരു പുരുഷായുസിൽ നേടാവുന്നതെല്ലാം ആ കാൽക്കീഴിലുണ്ട്. വിശ്വം ജയിക്കാൻ കഴിയാത്തവനെന്ന പഴി ഏറെ ചുമന്നവനാണ്. വീണെന്ന് പലരും വിധി എഴുതിയതാണ്. പക്ഷേ ഫുട്ബോൾ ദൈവങ്ങൾ കനിഞ്ഞനുഗ്രഹിച്ച ആ ഇടതുകാൽ സ്വപ്നങ്ങളിലേക്ക് പന്ത് തട്ടി. ഖത്തറിലെ മണലാരണ്യങ്ങളിൽ തിരഞ്ഞ് മഞ്ഞലോഹത്തിൽ തീർത്ത ഹൃദയം അയാൾ സ്വന്തമാക്കി. തുടർച്ചയായി 2 വട്ടം കോപ്പയിൽ നുഴഞ്ഞ വീഞ്ഞിന്റെ മധുരം നുണഞ്ഞു. ഇറ്റാലിയൻ കോട്ടയുടച്ച് ഫൈനലിസിമയിൽ മുത്തം വെച്ചു. വെള്ളയും നീലയും കുപ്പായത്തിൽ നേട്ടങ്ങളില്ലെന്നും പറഞ്ഞ് കളിജീവിതത്തിന്റെ മുക്കാലും നോവേറ്റവനാണ്. അന്നൊരു നാൾ ഇനിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പിന്മാറാൻ തുനിഞ്ഞതാണ്. വരാനിരിക്കുന്ന സുവർണകാലം അയാളെ തിരികെ എത്തിച്ചു. സ്കലോണിസം പഠിച്ച കുട്ടികൾ അയാൾക്ക് ചുറ്റിലും നിരന്നു. നീലവാനം സാക്ഷിയാക്കി അവർ മനസ്സിലൊരു കളം തീർത്തു. അവിടെ അദൃശ്യവലകളാൽ പരസ്പരം കാൽ കോർത്തു. തുകൽപന്ത് അവർക്ക് വേണ്ടി ചലിച്ചു. നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ അയാൾക്ക് വേണ്ടി, ആ പതാകയ്ക്കു വേണ്ടി അവർ ഒന്നായി. ഇന്നയാൾ ശാന്തനാണ്. മൈതാനങ്ങളിൽ ആ പുഴ ആരാലും തടയപ്പെടാതെ ഒഴുകുന്നു. അയാളില്ലാതെയും ജയമുറപ്പെന്ന് സ്കലോണിയുടെ പട തെളിയിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാനില്ലെന്ന് അയാൾ അടിവരയിട്ട് പറയും വരെ അത്ഭുതങ്ങൾ ബാക്കിയുണ്ട്. ആ ചടുല ചലനങ്ങളിൽ ഒരു പ്രതിരോധക്കാരനും ഡീകോഡ് ചെയ്ത് തടയാനാകാത്ത പാസുകൾ ഇനിയുമെത്തും. ചിന്തകൾക്കും അപ്പുറമുള്ള നിമിഷത്തിൽ അവനിൽ നിന്ന് അസിസ്റ്റുകളും ഗോളുകളും വരും. ഉണർന്നിരിക്കാം, ആട്ടം കാണാം, ആനന്ദിക്കാം. ഇതാ മാന്ത്രിക മനുഷ്യൻ വരികയാണ്.